ഒക്ടോബർ 23 വിശുദ്ധ ജോൺ കാപ്രിസ്റ്റാനോ. 1386 ഇറ്റലിയിലെ അംബ്രോസി പ്രവിശ്യയിലാണ് വിശുദ്ധ ജോൺ ജനിച്ചത്. ഒരു ജർമ്മൻ പ്രഭുവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. വിശുദ്ധ ജോൺ ഒരു നിയമോപദേഷ്ടാവും പെറുവിലെ ഗവർണർ സ്ഥാനം നേടുകയും ചെയ്തു. പെറുവിലെ യുദ്ധം തുടങ്ങിയപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ സത്യാവഗണിച്ച് അദ്ദേഹത്തെ യുദ്ധകുറ്റവാളിയായി തടവിലാക്കി. തന്റെ ഭാര്യയുടെ മരണത്തോടെ ഫ്രിയാർ മൈനർ സഭയിൽ ചേരുകയും വിശുദ്ധ ബെർണാഡിന്റെ ശിഷ്യനായി തീരുകയും ഷെമ്മാച്ചനായിരിക്കെ തന്നെ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും താമസിയാതെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറുകയും ചെയ്തു. കറുത്ത മഹാമാരിയിൽ ആളുകൾ മരണപ്പെടുകയും സഭ ഭിന്നിക്കപ്പെടുകയും ഒരുപാട് ആൾക്കാർ സ്വയം മാർപ്പാപ്പയായി അവകാശപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഒരു വൈദികൻ എന്ന നിലയിൽ വിശുദ്ധ ജോൺ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, പോളണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ആളുകൾക്ക് വചനം പകർന്നു നൽകുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തുർക്കി മുസ്ലിങ്ങൾക്കെതിരായുള്ള കുരിശുയുദ്ധത്തിനു വേണ്ടി വാദിച്ചു. 70-ാം വയസ്സിൽ കാലിസ്റ്റൻ രണ്ടാമൻ മാർപ്പാപ്പ ജോണിനെ കുരിശുയുദ്ധം നയിക്കുന്നതിനായി ചുമതലപ്പെടുത്തി. 1456 ബെൽഗ്രേഡിൽ വെച്ച് നടന്ന മഹായുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. കുറച്ചു കാലത്തിന് ശേഷം യുദ്ധഭൂമിയിൽ വച്ച് അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും യൂറോപ്പിനെ മുസ്ലിമുകളുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിച്ചു.